സൂത്രോ, എന്റെ ഓരതോളി തന്നെ ഒരു മരുന്ന് കിട്ടി. പക്ഷെ ഇതിന് വല്ലാത്ത ഗുണം. അയ്യോ, വീണു. ബ്ലിഷ്. അയ്യോ, എന്തൊരു നാറ്റം. കഴുകിയാൽ പോകുമടോ. കഴുകിയിട്ടൊന്നും കാര്യമില്ല തന്നെ. ഞാൻ എന്താ പ്രശ്നം? ഈ ശരി മരുന്ന് പലവഴി. അയ്യോ, എന്തൊരു നാറ്റം. വേറെ മണമുള്ള ഇല കൊണ്ട് തുടച്ചാൽ മതി, ഈ മണം പോകും. ഈ ഇല ബെസ്റ്റാ. അയ്യോ, ഈ മണം അതിനേക്കാൾ പോറാ. ഇതിപ്പോ രണ്ട് മണമായി. ഓടടാ. മണം മാറ്റാൻ ഈ ഏരിയയിലെ ഒരു മരപ്പശയാ ബെസ്റ്റ്. മരപ്പശ എടുത്ത് ഇങ്ങനെ മുതുകിൽ വരച്ച്. അയ്യോ, ഇത് തീരെ സഹിക്കാൻ വയ്യ. എന്തൊരു നാറ്റം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഓടോ, തന്റെ ഒരു മരപ്പശ. ഇത് ചേട്ടന് മൂന്ന് മണം. അത്ഭുതം, ഒരാൾക്ക് മൂന്ന് മണം. ഞാനിത് എല്ലാവരോടും പറയട്ടെ, അറിഞ്ഞോ? ഇതൊരു ബിസിനസ് ആക്കാൻ മണം പിടിക്കാൻ ഫീസ് വെച്ച്. സൂത്രോ, മണം മാറ്റാൻ മരുന്ന് കിട്ടി. വൈദ്യര് തന്നതാ. ഇത് തലവഴി ഒഴിച്ചാൽ മണം പോയി. തന്നെ ഇപ്പൊ മണം പോയതായോ പ്രശ്നം? വേഗം വാ, മഴ വരുന്നു. നീയാണോ വള്ളി വലിച്ചു കെട്ടിയത്? പല്ലോ, നിന്നെ ഞാൻ പുല്ല് പറിച്ചെന്നാണോ ഉദ്ദേശിച്ചത്? അതൊക്കെ എനിക്കറിയില്ലേ. നിന്റെ നിൽപ്പൊക്കെ നോക്കി ഞാനിവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങോട്ട് ഒരുമിച്ച് ഓടി വരുന്നതിന് മുമ്പാണോ താൻ ഒളിച്ചു വന്നത്? സത്യത്തിൽ പല്ല് പറിക്കുന്ന കാര്യത്തിൽ ഞാനൊരു വിദഗ്ധനാ. ഞാനും ഇതൊന്നും പറഞ്ഞിരുന്നല്ലോ. തന്നോട് ഞാൻ പറഞ്ഞില്ലെന്നായിരുന്നു. മനസ്സിലായോ? അയ്യടാ, ഈ വിവരം എല്ലാവരോടും പറയുകയും വേണം കേട്ടോ. അതെന്തിനാ സൂത്രോ? പല്ല് പറിക്കാൻ പലരും വരും, ഫീസായി പലതും തരും. നമുക്ക് ഈ പല്ല് പറിക്കൽ ഒരു സ്ഥിരം പരിപാടിയാക്കാം. പല്ല് പറിക്കാൻ പല പല വിദ്യകൾ പരീക്ഷിക്കാം. പിന്നെന്താ, നാലാളുടെ മുമ്പിൽ വെച്ച് തന്നെ പല്ല് പറിക്കാം. എന്താ, ആളുകൾ അറിയട്ടെ. പല്ല് പറിക്കാൻ പുത്തൻ വിദ്യകൾ സൂത്രം കുറുക്കൻ അവതരിപ്പിക്കുന്നു. പ്രദർശനം ഇന്ന് വൈകുന്നേരം ജലദോഷിക്കുന്നു. ഫീസിന്റെ കാര്യം അടുത്ത പരസ്യത്തിൽ പറയാം. വിഷപ്പല്ല് പറിക്കുമോന്നോ? തനിക്കെവിടെയാ വിഷപ്പല്ല്? എന്റെ അല്ല, അയൽവക്കത്തെ മൂർഖന്റെയാ. ശരി, തന്റെ ഫ്രണ്ട് എത്തിയില്ലേ? പരിപാടി തുടങ്ങടോ.